അറിഞ്ഞില്ലേ നിങ്ങള്? അങ്ങനെ ഫസ്മിന സാക്കിറിന്റെ കാര്യം ഏകദേശം തീരുമാനമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. മറ്റാ ഡയറിയിൽ അവീതം പൊക്കിയതിന് ശേഷം ഇപ്പൊ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലാതെ ആളിപ്പോ ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ്. ചില മുഖംമൂടികൾ അഴിഞ്ഞു വീണു ഗോപാല. പണ്ടത്തെ ഫസ്മിന ഇങ്ങനെ അല്ലല്ലോ. ഒന്ന് ചോദിച്ചാണെങ്കിൽ രണ്ട് മറുപടി പറയും. ആ ലെവലിൽ ഇങ്ങനെ ചാടി ചാടി നിൽക്കുന്ന ഒരു പെണ്ണായിരുന്നു ഫസ്മിന സാക്കിർ. പക്ഷെ ഇപ്പോഴോ വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയേ, ഒന്ന് മാറിയേട്ടാ. ജോസിനെ കാറ്റുകൊള്ളട്ടെ. സ്വന്തം ഭാഗം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ എത്രയും വ്യാമോഹിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. സ്വന്തം ഭാഗത്തുള്ള എല്ലാ ഉടായ്പും മറച്ചു വെച്ച് സമൂഹത്തിന് മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് നടക്കായിരുന്നു ഇത്രയും കാലം ഇവള്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ലെറ്റ്സ് കുക്ക് ലല്ലു ഇന്റർവ്യൂ. ആഹാ, മാരക തമ്മിലൊക്കെ ആണല്ലോ. ലല്ലുവിനെ ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ട് ആള് ഫോർക്കും പിടിച്ച് നിൽക്കാണ്. എന്നിട്ട് ലെറ്റ്സ് കുക്ക് ലല്ലു ഇന്റർവ്യൂ പോലും അല്ല. ലല്ലുവിനെ കുക്ക് ചെയ്ത് അവസാനം എല്ലാരും കൂടെ പിടിച്ച് നിന്നെ കുക്ക് ചെയ്യാതിരുന്നാ മതി. നിനക്ക് ആകെ അറിയാവുന്ന പരിപാടി ഇത് മാത്രമല്ലേ ഉള്ളൂ. ലല്ലുവിനെ എക്സ്പോസ് ചെയ്യുക. വേറൊരു പരിപാടി നിനക്ക് അറിയില്ല. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. എന്തുകൊണ്ട് ഇത്ര നാളും വീഡിയോ ഇട്ടില്ലെന്ന് വെച്ചാൽ ഐ ഡി ഹാവ് എ ഫോൺ. അതായത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന എൻ്റെ ഫോണിലാണ്. അപ്പോൾ ഇത് നോക്കി സംസാരിക്കാൻ വേറെ ഒരു ഫോൺ വേണം. എനിക്ക് അങ്ങനെ ഒരു ഫോൺ ഇല്ലായിരുന്നു. ശരി, ഫോൺ ഇല്ലാത്തതുകൊണ്ടായിരുന്നില്ല ഇത്രയും കാര്യം വീഡിയോ ചെയ്യാതിരുന്നത്. പറയുന്ന നിനക്കില്ലെങ്കിലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഇന്റർവ്യൂ ചെയ്ത് ആൾക്കാരൊക്കെ സൈഡിലോട്ട് ആക്കിയത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഹീസ് എ വെരി ഗുഡ് മാനിപ്പുലേറ്റർ. ഓക്കെ, അവൻ മാനിപ്പുലേറ്റർ ആണ്, അത് അവിടെ നിൽക്കട്ടെ. അവൻ ഭൂലോക ഫ്രോഡ് ആണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. നീ കണ്ട ആണുങ്ങളുടെ കൂടെ അവിഹിതത്തിന് പോയിട്ട് അതെല്ലാം മറച്ചു വെച്ചിട്ട് നീ നിന്റെ ഭർത്താവിന്റെ അവിഹിതത്തിന് ഇങ്ങനെ എക്സ്പോസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു. അവൻ്റെ കൂടെ ജീവിച്ചാൽ ചിലപ്പോൾ മാനസിക രോഗം വരും എന്നുള്ളതുകൊണ്ട് ഭാഗ്യത്തിനെന്തോ ഞാൻ ഓടി രക്ഷപ്പെട്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. അതെ, അങ്ങനെ ഓടി രക്ഷപ്പെട്ട് നേരെ ചെന്ന് കയറിയത് ജലാന്റെ അടുത്തേക്കാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ചു കാലം അവനങ്ങ് കിടന്നു കൊടുത്ത്. ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും പോയി. നിനക്ക് എന്തും ചെയ്യാം, നിനക്ക് ആരുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാം, അതിൽ യാതൊരു പ്രശ്നവുമില്ല. അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിനക്ക് മിണ്ടാട്ടില്ല. അതിനേക്കാളും അവൾക്ക് പ്രശ്നം അവളുടെ ഭർത്താവ് അവിഹിതത്തിന് പോയതാണ്. രണ്ടൊരു വണ്ടിക്കുള്ള തന്നെ. നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഫോൺ സ്ക്രീനിൽ കാണുന്ന ഒരു ഇത് എനിക്കുള്ളൂ. ഇവിടെ കൊള്ളുന്ന ബന്ധം എനിക്കില്ല നിങ്ങൾ ആരുമായിട്ടും. നിന്നെ പോലെ മിനിറ്റിലും വാക്ക് മാറുന്ന ഒരാളായിട്ട് അങ്ങനെ ഒരു ബന്ധം വെക്കാത്തത് തന്നെയാണ് എന്തുകൊണ്ട് നല്ലത്. ഇപ്പൊ നിനക്കെതിരെ വന്ന പുതിയ അലിഗേഷൻ അഡ്രസ് ചെയ്ത് സംസാരിക്കുമ്പോളെ, അല്ലാണ്ട് പഴയ കാര്യങ്ങൾ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. പറഞ്ഞുകൊണ്ടിരിക്കാൻ നിനക്ക് ചടപ്പില്ലായിരിക്കും, പക്ഷെ കേൾക്കുന്ന ഞങ്ങൾക്ക് നല്ലോണം ചടപ്പുണ്ട്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഞാൻ ഇത് മൊത്തം തെളിച്ചിട്ട് ഞാൻ എന്തായാലും ഈ സീരീസ് നിർത്തത്തുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇത് പാർട്ടായിട്ട് മിനിമം ഒരു 100 എപ്പിസോഡെങ്കിലും ഓടിക്കാനുള്ള ഒരു തീരുമാനത്തിലാണെന്ന് അർത്ഥം. ഇവൻ ആളും ഉണ്ടെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. ഇപ്പൊ ഇവിടെ ചെയ്ത വീഡിയോ 1.5 മണിക്കൂർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മുഴുവൻ ഇരുന്ന് കണ്ട്. അതിലെവിടെയും ഇവിടെ ഡയറിന്റെ കാര്യം ഇവിടെ പറയുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. പറയുന്നത് മുമ്പ് നടന്ന് വേറെ എന്തൊക്കെയോ ആണ്. എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് വന്ന് കൊണടിക്കാണ്. ഞാൻ എല്ലാം തെളിയിച്ചിട്ടേ പോകും പോലും. ഇനി ഒലക്ക തെളിയിക്കും. ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി.